ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ 56ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ 56ാമത്തെ എപ്പിസോഡായ ഇന്ന് സാറ്റർഡേ എപ്പിസോഡായിരുന്നു. ഗബ്രിയുടെ എവിക്ഷൻ തന്നെയായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. ഗബ്രിയുടെ മണ്ടത്തരം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഗബ്രി ഔട്ടായത്. പവർ റൂമിൽ സുരക്ഷിതരായി ഇരുന്നവരിൽ ഒരാളായിരുന്നു ഗബ്രി. 2 പേർ പവർ റൂമിൽ നിന്നും പുറത്തിറങ്ങണം എന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ ആരുടെയും സമ്മർദ്ദമില്ലാതെ തന്നെ ഗബ്രി സ്വയം ഇറങ്ങി മാറുകയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇക്കാര്യം ഗബ്രിയോട് സൂചിപ്പിക്കുന്നുമുണ്ടായിരുന്നു. തനിക്ക് ജനവിധി അറിയണമായിരുന്നു എന്ന മണ്ടൻ പ്രതികരണമാണ് ഗബ്രി നൽകിയത്. ഗബ്രിയുടെ ഈ ബിഗ് ബോസ് മലയാളം സീസണിലെ ഗെയിം ആകെ നോക്കിയാലും ഗബ്രി കാണിച്ചത് മൊത്തം മണ്ടത്തരമാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ വീക്കുകളിൽ ജാസ്മിനോടൊപ്പം ചേർന്ന് പ്രേക്ഷകരെ മാക്സിമം വെറുപ്പിച്ചു വച്ചേക്കുകയായിരുന്നു ഗബ്രി. അതിൻ്റെ പ്രതിഫലനമാണ് ഈ വീക്കിലെ ഗബ്രിയുടെ എവിക്ഷൻ. ഈ വീക്കിലെ ഗബ്രിയുടെ ഗെയിമിൽ വളരെയേറെ മാറ്റം ഉണ്ടായിരുന്നു. വളരെ നന്നായി തന്നെ ഗെയിം കളിക്കുകയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പോഴത്തേക്കും എല്ലാം മാറി. നേരത്തെ തന്നെ ഗബ്രി തൻ്റെ ഗെയിമെല്ലാം കളഞ്ഞ് ഇരിക്കുകയായിരുന്നല്ലോ. ജാസ്മിനിൽ നിന്നും മാറി ഗെയിം കളിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ഈ വീക്കിലെ ഗെയിമുകളിൽ വളരെ ആക്റ്റീവായി തന്നെ ഗബ്രി നിൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സിജോ തിരികെ വന്ന ശേഷം ഗബ്രിയുടെ ഗെയിമിൽ സാരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ സിജോയുടെ ഇടപെടലാണോ അതല്ല ഗബ്രി സ്വയം ഉണ്ടാക്കിയ മാറ്റമാണോ എന്നൊന്നും വ്യക്തമായി പറയാൻ സാധിക്കില്ല. എങ്കിലും ഗബ്രിയുടെ ഗെയിമിൽ വളരെയേറെ മാറ്റം ഉണ്ടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ ഏറ്റവും മികച്ച ഗെയിമർ ഗബ്രി ആയിരുന്നു. നേരെ കളിച്ചിരുന്നു എങ്കിൽ, നേരെ എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിൽ കളിച്ചിരുന്നു എങ്കിൽ. പക്ഷേ ഗബ്രിക്ക് പറ്റിയ പാളിച്ച ജാസ്മിനോടൊപ്പം ചേർന്ന് ഗെയിം കളിച്ചു എന്നതാണ്. അത് മനഃപൂർവ്വമാണോ ഗബ്രി ആ ഗെയിം തിരഞ്ഞെടുത്തത്, അതല്ല ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. എന്തായാലും ഗബ്രിയുടെ ബിഗ് ബോസ് ഹൗസിലെ അന്ത്യം അവിടെ തന്നെ ആരംഭിക്കുകയായിരുന്നു. അവിടെയാണ് ഗബ്രിയുടെ ഗെയിം താഴെയായി പ്രേക്ഷകരെ വെറുപ്പിച്ചതും. അതുതന്നെയാണ് ഗബ്രിയുടെ പുറത്താകലിൽ കലാശിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ നെഗറ്റീവിലാണെങ്കിലും വളരെയേറെ കോണ്ടൻറ്റ് നൽകിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ഗബ്രി. അത് പ്രേക്ഷകർക്ക് ഇഷ്ടം നൽകുന്നതിൽ കുറച്ച് നെഗറ്റീവായി മാറി എന്നുള്ളത് ഒഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് ഗബ്രിയുടെ കണ്ടൻറ്റ് തന്നെയായിരുന്നു ഏറെക്കുറെ. ഗബ്രി ജാസ്മിൻ പ്രണയം മാത്രം ഫോക്കസ് ചെയ്ത് പ്രേക്ഷകരെ കാണിച്ച് പ്രേക്ഷകരിൽ വെറുപ്പുണ്ടാക്കി ഗബ്രിയുടെ പുറത്താകലിന് പിന്നിൽ പ്രവർത്തിച്ചതും ബിഗ് ബോസ് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ആവശ്യത്തിൽ കൂടുതൽ ഫോക്കസ് ഗബ്രിക്കും ജാസ്മിനും ബിഗ് ബോസ് ടീമും അവിടുത്തെ ക്യാമറകളും നൽകി. അത് പ്രേക്ഷകരിൽ വെറുപ്പുളവാക്കി. ഗബ്രി ഈ വീക്കിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഗബ്രിക്ക് പുറത്ത് ഇറങ്ങി ഇനിയുള്ള ജീവിതത്തിൽ ആശംസകൾ നേരുന്നു. ഇനി വീടിനകത്ത് നിൽക്കുന്നവരെ പരിശോധിച്ചാൽ എത്ര പേരാണ് പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്? പവർ ടീം എന്ന ഒളിത്താവളത്തിൽ കഴിയുന്നവർ അവിടെ നിന്നും പുറത്തിറങ്ങിയാൽ അടുത്ത നിമിഷം ഗബ്രിക്ക് സംഭവിച്ചത് തന്നെ സംഭവിക്കും. കാരണം ഈ പവർ ടീം എന്ന ഒരു ടീം ഈ സീസണിൽ ഉണ്ടായത് തന്നെയാണ് ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. പവർ ടീം ഇല്ലാതിരുന്നു എങ്കിൽ വീക്ക് കണ്ടസ്റ്റൻസ് പുറത്താവുകയും സ്ട്രോങ് കണ്ടൻസ് അവിടെ നിലനിൽക്കുകയും ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ വീക്ക് കണ്ടസ്റ്റൻറ്റിനെ എല്ലാം പവർ ടീമിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ബാക്കി സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് അവിടെ ആരും സ്ട്രോങ് എന്ന് പറയാനില്ല എങ്കിലും ഉള്ളതിൽ ഭേദം അങ്ങനെയുള്ളവരെ പുറത്താക്കുകയും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ശാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ പവർ ടീം നിർബന്ധമാണെങ്കിൽ പവർ ടീം കിടന്നോട്ടെ, പക്ഷേ അവരെയും കൂടെ നോമിനേഷനിലിടാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യേണ്ടതാണ്. ഈ 60 ദിനം കഴിയുമ്പോഴും അവിടെ 18 കണ്ടസ്റ്റൻസ് ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ ചെയ്ത് കുറേ പേരെയെങ്കിലും കളയേണ്ടതും അത്യാവശ്യമാണ്. ഇനി അതിൽ എന്തെങ്കിലും ഗെയിം ബിഗ് ബോസിനുണ്ടോ എന്നറിയില്ല.
എന്തായാലും പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഗെയിമും ഇതുവരെ ഉണ്ടായില്ല. ഇനി ഉണ്ടാവുമെങ്കിൽ വളരെ നല്ലത്. ഇവരെല്ലാം നോമിനേഷനെ നേരിട്ടാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ശ്രീരേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഭിനയത്തിൽ അവാർഡ് നേടിയാണ്, അഭിനയത്തിൽ മികച്ച ഒരു നടിയാണെന്ന് തെളിയിച്ച ശേഷമാണ് ശ്രീരേഖ അതിനകത്തേക്ക് പോയത്. സംസ്ഥാന അവാർഡൊക്കെ നേടിയ ഒരു നടിയാണ് ശ്രീരേഖ. ഇനി അഭിനയത്തിൽ തെളിവ് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ എന്നും ശ്രീരേഖയുടെ ഒരു ആക്ടിങ് കാണാം. ഒരു സ്കിറ്റോ എന്തെങ്കിലും ആയി താൻ മികച്ച നടിയാണ് എന്ന് തെളിയിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ആവശ്യം ഇനിയില്ല. ശ്രീരേഖ നല്ല നടിയാണെന്ന് കേരളം മൊത്തം അംഗീകരിച്ച് കഴിഞ്ഞതാണ്. ഇനി അവിടെ അഭിനയിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നാടകമോ സിനിമയോ കാണാനല്ലല്ലോ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറഞ്ഞ ഷോയും ഓൺ ചെയ്ത് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അഭിനയം ഇനി കാഴ്ചവെക്കേണ്ട കാര്യമില്ല. ശരണ്യയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ. ശ്രീരേഖയ്ക്കൊപ്പം ചേർന്ന് അഭിനയം കാഴ്ചവെക്കുക. ശരണ്യ ഒരു നല്ലൊരു നടിയാണെന്നും മികച്ച നടിയായി ഏഷ്യാനെറ്റിലെ സീരിയലുകളിലൊക്കെ അഭിനയിച്ച് അവിടെ അവാർഡൊക്കെ നേടി പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു അഭിനേത്രി എന്ന പേര് സമ്പാദിച്ചിട്ടാണ് ശരണ്യ അങ്ങോട്ട് പോയത്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ അഭിനയം കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ശരണ്യയും ശ്രീരേഖയും ഒക്കെ കുറച്ചുകൂടി ഒറിജിനലായി നിന്ന് കളിച്ചാൽ വളരെ നല്ലത്. ഇവരുടെ അഭിനയമൊക്കെ കണ്ട് പ്രേക്ഷകർ മടുത്തു. സായിക്ക് ഒരു പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഗെയിമിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും സായി ബിഗ് ബോസ് സീസൺ 6 എന്ന ഷോയിൽ വൈൽഡ് കാർഡായി എത്തിയ ശേഷം വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സായിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. നന്ദന ഒരുവിധം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും നന്ദനയ്ക്ക് എവിടെയാണ് ഓരോ കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്താൽ നന്ദനയ്ക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നോറയുടെ ചലവില സംസാരമൊക്കെ കേട്ട് പ്രേക്ഷകർ മടുത്തു. അതുകൊണ്ട് തന്നെ നോറയും ഗെയിം മാറ്റിപ്പിടിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഇറിറ്റേഷൻ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് നോറ. ഋഷി എന്തൊക്കെയോ എപ്പോഴൊക്കെയോ കുറേ പറയുന്നു. അതായത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെയോ കുറേ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഗെയിമിന് ആപ്റ്റായ രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങി വരാൻ ഋഷിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അൻസിബയാണെങ്കിലും ഒരു സൈലൻറ്റ് ഗെയിമറാണ് എന്ന് പറയാൻ സാധിക്കും. എങ്കിലും പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ അൻസിബയും പരാജയം തന്നെയാണ്. സിജോ തിരികെ വന്ന ശേഷം ഗെയിമിൽ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. എന്തോ ഒരു ഭയം ഇപ്പോഴും സിജോയ്ക്ക് ബാക്കി നിൽക്കുന്നത് പോലെ തോന്നുന്നു. ജിൻഡോ ആണെങ്കിൽ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഞാനാണ് മികച്ച ഗെയിമർ എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അഭിഷേക് സിജോയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അതും നേരിട്ടല്ല, മിറവിൽ സിജോയെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു. അല്ലാതെ മറ്റൊരു കാര്യത്തിലും അഭിഷേക് ഇടപെടുന്നുമില്ല. തൻ്റേതായ ഒരു അഭിപ്രായം പറയുന്നുമില്ല എന്നുള്ളതാണ് അഭിഷേകിനെ ഗെയിമർ എന്നുള്ള നിലയിൽ പിറകോട്ട് വലിക്കുന്ന ഒരു സംഭവം. റസ്മിനൊന്നും പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല, ഒഴുക്കിനൊത്തങ്ങ് നീന്തുകയാണ്. അപ്സരയുടെ ഗെയിമും ആദ്യം എന്തൊക്കെയോ കാണിച്ചു. അപ്സരയെ കുറേയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രമിച്ചു. പക്ഷേ അപ്സര ഇപ്പോഴും ആ ഒരു ലൈനിൽ തന്നെ അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അപ്സരയ്ക്കും വലിയ ചലനങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അർജുനും ശ്രീതുവും കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് ഫലം കാണുന്നില്ല. ഈ അവസ്ഥയിൽ ഗബ്രിയുടെ പുറത്താക്കൽ ഹൗസിനകത്ത് ഇനി എങ്ങനെ ബാധിക്കും? പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ഗെയിമിനെ എങ്ങനെ ബാധിക്കും? ജാസ്മിൻ ഇനി എങ്ങനെയാവും ഗെയിം കളിക്കാൻ പോകുന്നത്? ജാസ്മിൻ മുന്നോട്ട് വരുമോ അതോ പുറകോട്ട് പോകുമോ എന്നൊക്കെയുള്ളതാണ് ഇനിയുള്ള ഗെയിമിൻ്റെ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഇനിയുള്ള ഗെയിമിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. അത് ഇനിയുള്ള ദിവസങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നോറയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് എല്ലാ വീക്കിലും ഓരോ സമ്മാനം കൊടുക്കണം എന്നുള്ളത് ബിഗ് ബോസിൻ്റെ അജണ്ടയാണെന്ന് തോന്നുന്നു. ആരാണോ വോട്ട് ചെയ്ത് നോറയെ മികച്ച സോൾജിയറായി തിരഞ്ഞെടുത്തത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഏതാണെന്നോ അതിനൊക്കെ ഒരു വ്യക്തത, ക്ലാരിറ്റി ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും. ഈ വോട്ട് ആരാണ് ചെയ്തതെന്നും എത്ര വോട്ട് കിട്ടിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, എവിടെയാണ് പോൾ കൊടുത്തതെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. നോറയ്ക്ക് എല്ലാ വീക്കിലും നോറയ്ക്കൊരു സമ്മാനം, ഇനി അതിൻ്റെ ടാഗ് ലൈനും നോറയ്ക്കൊരു സമ്മാനം എന്ന് മാറ്റിയാൽ നന്നായിരിക്കും.
അല്ലാതെ മാറ്റിപ്പിടുത്തം എന്നുള്ളതൊക്കെ മാറ്റി നോറയ്ക്കൊരു സമ്മാനം എന്ന ടാഗ് ലൈൻ തന്നെ വേണ്ടി വരും. നോറയെ എല്ലാ വീക്കിലും സമ്മാനങ്ങൾ നൽകി ഉയർത്തി കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. ഇനി വളർത്താനാണോ തളർത്താനാണോ എന്നുള്ള കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. ഗബ്രിയെയും ജാസ്മിനെയും ക്യാമറ ഫോക്കസ് ചെയ്ത് താലോലിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് അതാ മൂട്ടിൽ വീണു. അതുപോലെയാണോ ഇനി നോറയുടെയും അവസ്ഥ എന്നറിയില്ല. ഇന്ന് എപ്പിസോഡിൽ പറയത്തക്കതായി മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കഥ പറച്ചിൽ നടത്തി. അത് ഓക്കെ. കഥ എന്തിനാണത് നടത്തിയതെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ അതല്ലെങ്കിൽ അതുകൊണ്ട് കണ്ടസ്റ്റൻസിനുണ്ടാകുന്ന ഗുണമെന്താണെന്നോ പ്രേക്ഷകർക്കുണ്ടാകുന്ന ഗുണമെന്താണെന്നോ ഗുണപാഠം എന്താണെന്നോ ഒന്നും വ്യക്തമല്ല. അതൊക്കെ കൂടെ ഒന്ന് ക്ലാരിറ്റി കൊടുത്ത് ആ കഥയെ കൊണ്ടെത്തിച്ചിരുന്നു എങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു ഗെയിം കൊണ്ടുവന്നത് എന്നുകൂടി ഒരു ക്ലാരിറ്റി നൽകിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കുമായിരുന്നു. എന്ത് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഗെയിം നൽകിയത് എന്നൊക്കെ അറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞിട്ടില്ല എന്നും സൺഡേ എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. എങ്കിലും ആരും തന്നെ വേറെ എവിക്റ്റ് ആയില്ല. ഗബ്രി അല്ലാതെ മറ്റാരും എവിക്റ്റ് ആയില്ല എന്നാണ് അറിയുന്നത്. ആരെങ്കിലും എവിക്റ്റായോ എന്നറിയാൻ സൺഡേ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും. ഇനി സൺഡേ എപ്പിസോഡിൽ എന്തൊക്കെയോ രസകരമായ സംഭവങ്ങൾ കാത്തുവച്ചിട്ടുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ കഥ പറച്ചിലോ കുസൃതി ചോദ്യങ്ങളോ പഴഞ്ചൊല്ലുകളോ പോലെയൊക്കെയുള്ള ഗെയിമുകളായിരിക്കും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനായി ബിഗ് ബോസ് ടീം കണ്ടെത്തി വച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതും നോക്കാം, സൺഡേ എപ്പിസോഡിൽ നോക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.